ഹലോ ഫ്രണ്ട്സ്, നമുക്ക് അകലാപ്പുഴ വരെ ഒന്ന് പോയി വന്നാലോ? ഞങ്ങളുടെ വ്ളോഗിൽ കൂടെ. കമോൺ. ഹലോ ഗായ്സ്, ഹലോ ഗായ്സ്, വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. മുന്നിൽ പോയിട്ട് എല്ലാവരെയും പിടിക്കും, ടീച്ചറെ കിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ഉരുണ്ടിട്ട് വീഴുവോ? എങ്ങോട്ടാ പോകും? ക്യാഷറാണ് ഏറ്റവും മുന്നിലിരിക്കുന്ന ആള്. എങ്ങോട്ടാ പോണേ നിഷാമ്മ? രണ്ട് വാക്ക്. നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? നമ്മൾ അകലാപ്പുഴ. അകലാപ്പുഴയിൽ പോവുകയാണ്. എന്തിനാണ് പോണേ? എന്തിനാ പോണേ? പേര് പറ. ബോധി. ഇത് ഞങ്ങളുടെ സാറ്. ഇത് ഞങ്ങളുടെ കുട്ടിപ്പട്ടാളം. എല്ലാരും ഹായ് പറഞ്ഞോ. ഉഷാറില്ലല്ലോ. അങ്ങനെ പറയണ്ടേ? ഒരാളെ പുറകോട്ട് വെക്കണോ? കിട്ടി. പക്ഷേ എന്താ പേര്? നന്ദു. ഓക്കെ. ഇതാണ് ഞങ്ങളുടെ സ്വത്ത് കണ്ണേട്ടൻ, പ്ലാനർ. അമ്മ ഇങ്ങനെ നോക്കിയേ. കപ്പിത്താനായിരുന്നു. ആ കാണിച്ചു. എല്ലാരും ഒരു ഹായ് പറഞ്ഞേ. ഒരു ഉഷാറിയല്ലോ. കമോൺ. ആരെയാ? അതല്ലേ ടൂർ പ്ലാനർ. അതെടുത്തു. ഗജാഞ്ചിനെ എടുക്കാം. ഞാനാ ഗജാഞ്ചി. ഇന്നത്തെ ചെലവ് മൊത്തം വഹിക്കുന്ന ഗജാഞ്ചി. അടുത്ത സ്റ്റോപ്പിൽ വണ്ടി എത്തി ചാടുന്നില്ലേ? കോഴിക്കോട് ചുരം ഇറങ്ങിയാണ് അകലാപ്പുഴ പോകണ്ടേ. ഞങ്ങൾ പോകുന്ന രാവിലെ ആയപ്പോൾ ഫുള്ള് കോടയാണ് കാണുന്നത്. ഇത് കണ്ടോ? മഴ എന്താ പറയുക, കോട കാരണം മലയൊന്നും കാണുന്നില്ല. ഫുള്ള് മഞ്ഞായിരുന്നു. ഞങ്ങൾ രാവിലെ തന്നെ പാട്ടും ഡാൻസൊക്കെ തുടങ്ങി. പാട്ടും ഡാൻസും അടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഡംഷ ഡാൻസ് തുടങ്ങി. കാക്കക്കുയിൽ, കള്ളിച്ചെല്ലമ്മ. ആകെ കായും പിന്നെ ഒരു വേർഡ് കൂടി ഉള്ളൂ. അല്ല അല്ലേ?
വാക്കുണ്ട് അല്ലേ? അതിൽ ആദ്യത്തെ വാക്കിന് 3 അക്ഷരം 2 അക്ഷരം. വലിയ വാക്കാന്നുണ്ടല്ലേ? തംഷരാത്ത് കളിച്ചൊരു എന്താ പറയുക ഒരു വകയായപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ അന്താക്ഷരി കളിക്കാൻ തുടങ്ങിയേ. അങ്ങനെ പാട്ടും ബഹളവും ഡാൻസും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അകലാപ്പുഴ എത്തി ബോട്ടിലേക്ക് കയറാൻ വേണ്ടി നോക്കുവാണേ. നല്ല രസമായിരുന്നു കേട്ടോ ബോട്ടിലിങ്ങനെ പോകാൻ. ആക്ച്വലി ഞങ്ങൾ ബോട്ടിൽ കയറിയിട്ട് ഞങ്ങൾ അകലാപ്പുഴ അങ്ങനെ അങ്ങ് കണ്ടില്ല. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് അടിച്ച് പൊളിക്കുമായിരുന്നു. ഡാൻസും ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ സർപ്രൈസായിട്ട് പുള്ളിക്കാരന് ബോട്ടിൽ നിന്നൊരു കേക്ക് കട്ടിങ് സെറിമണിയൊക്കെ നടത്തി. അതൊക്കെ കാണാവേ. ഡ്രൈവറില്ല. അല്ല നമ്മുടെ ഡ്രൈവറില്ലേ? ശരിക്കോ? എടുക്ക് പുള്ളി ഇങ്ങനെ വണ്ടറടിച്ച് നിൽക്കുവാണ്. ഒറ്റ ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്നോ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നൊക്കെ. പുള്ളി എന്താ പറയുക ബോട്ടിൽ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഒറ്റയടിക്ക് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് പുള്ളി പെട്ടെന്ന് ഞെട്ടിപ്പോയേ. പക്ഷെ ഞങ്ങളുടെ സർപ്രൈസ് പാർട്ടി ഭയങ്കര സക്സസ് ആയിപ്പോയി കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കേക്ക് കട്ടിങ് തുടങ്ങിയേ.
അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേ ബോയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഒപ്പനയൊക്കെ അവിടെ അരങ്ങേറിക്കൊണ്ടിരുന്നേ. ബർത്ത്ഡേ ബോയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഒരു അടിപൊളി ഒപ്പനയാണ് നിങ്ങളിനി കാണാൻ പോണത് കേട്ടോ. ഇന്നേ ദിവസം 65-ാം പിറന്നാൾ
അങ്ങനെ ബോട്ട് സഫാരിയും ബർത്ത്ഡേ സെലിബ്രേഷനും ഡാൻസും പാട്ടും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങി. ഇത് ഞങ്ങൾ നമ്മുടെ അടുത്തൊരു ക്രാഫ്റ്റ് വില്ലേജ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് കൈ കൊണ്ട് ഉണ്ടാക്കുന്ന ക്രാഫ്റ്റ് ഐറ്റംസ്. അപ്പോൾ അത് കാണാൻ പോകാമെന്ന് വിചാരിച്ചു. അതിനു മുമ്പ് ഞങ്ങളുടെ ലഞ്ച് ടൈം, നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുവാണ് ചെയ്തത്. അപ്പോൾ പുറത്ത് ഹോട്ടലിലൊക്കെ പോയിട്ട് നമുക്ക് ടൈം വേസ്റ്റ് ആക്കേണ്ട കളയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത്. കണ്ണേട്ടന് ശരിക്കും കിട്ടി. എന്റെ അച്ചാറെടുത്തു. വെള്ളമുണ്ടല്ലോ അവിടെ. എനിക്ക് ലാസ്റ്റ് ഞാൻ മാത്രം ഉണ്ടാവില്ല വീട്ടില്. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് അച്ചൂസ് പറഞ്ഞ് ചേച്ചി അവിടെ നിറച്ച് മഞ്ചാടിക്കുരു ഉണ്ടെന്ന്. അങ്ങനെ ഞാനും ഗോപൂട്ടിയും അച്ചൂസും കൂടെ മഞ്ചാടിക്കുരു പറിക്കാൻ പോയേ. അത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് മരം. അത് കാണിക്കേ. അത് അപ്പുറത്തെ തരുക്കോല. ഇത് എന്തിനുള്ള ശരിക്കും? എന്തിനാ തിന്നാൻ പറ്റുമോ? തിന്നാൻ പറ്റില്ല. പൊട്ടുണ്ടാക്കാൻ പറ്റുമോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എടാ കാണിക്കടാ. ആ ഓക്കെ. ഫുള്ളുണ്ട്. ആ നോക്കെ. അങ്ങനെ ഞങ്ങൾ മഞ്ചാടിക്കുരു ഒക്കെ പറക്കി ക്രാഫ്റ്റ് വില്ലയിലെത്തി. ഇനി ക്രാഫ്റ്റ് വില്ലയിലെ കാഴ്ചകൾ കാണാം. കൊമ്പുണ്ട്, ചിറകുണ്ട്. ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം. ഈ കാണുന്ന ക്രാഫ്റ്റ് വർക്കെല്ലാം. ഇതേ ഒരു ചെമ്മീൻ. അത് കഴിഞ്ഞിട്ട് ഒരു ജ്വല്ലറീൻ്റെ അവിടെ പോയി കുറച്ച് മാലയും വളയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാം വാങ്ങി. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. കോഴീനെ ഉണ്ടാക്കിയിട്ട് കളറടിച്ച് വെച്ചേക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു കോഴീനെ പോലത്തെ. ഇതൊരു പെടക്കോഴി. എനിക്ക് തോന്നുന്നത് കണ്ണൂർ തെയ്യത്തിൻ്റെ കുറേ അവിടുന്ന് ആരൊക്കെയോ ഉണ്ടാക്കിയിട്ട് ഈ ക്രാഫ്റ്റ് വില്ലയിലേക്ക് കൊണ്ട് അയച്ചു കൊടുത്തതെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ആണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു.
ഇത് വുഡൻ വർക്കാണേ. നമ്മൾ നേരത്തെ കണ്ടത് കളിമണ്ണാണെങ്കിൽ ഇത് ഒരു മരത്തിൽ കൊത്തി എടുത്തിട്ടുള്ളതാണേ. അവിടെ ഒരു ചേട്ടൻ ഇരുന്നിട്ട് മരത്തിൽ കൊത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വേറൊരാളത് ക്ലീനാക്കി കളറൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടോ, അവിടുത്തെ പില്ലേഴ്സിലൊക്കെ മ്യൂറൽ പെയിൻറ്റിങ് വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് പെയിൻറ്റിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ഷോപ്പിൽ പോയപ്പോഴത്തേക്കും നമുക്ക് കടലിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്ന കക്കയില്ലേ, അത് വെച്ചിട്ട് അവർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്തൊക്കെയൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കീ ചെയിന്, ബൾബ്, ആമ ഒക്കെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് ഒരു മൺചട്ടി ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയി. ഈ ചേട്ടനാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ എല്ലാം മേടിക്കാം കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് ഒരു പുഴയിൽ പോയി. പുഴയുടെ പേര് ഞാൻ മറന്നുപോയി. പക്ഷേ അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അവിടെ കല്ലുകളൊക്കെ പറക്കി വെച്ച് ബാക്കി ആണുങ്ങളൊക്കെ കൂടെ നീന്താനും ഒക്കെ പോയി. ഞങ്ങളിവിടെ ജസ്റ്റ് ഇറങ്ങി. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഭയങ്കര പാട്ടും ബഹളവുമായിട്ട് തിരിച്ചു വന്നു. പക്ഷെ പുഴയിൽ പോയപ്പോൾ ഭയങ്കര നല്ല ഭംഗിയുണ്ടായിരുന്നു. കണ്ടില്ലേ, എന്താ പറയുക, അവിടെ കോഴിക്കോട് ഭയങ്കര ചൂടാണ്. അപ്പോൾ ചൂടിൻ്റെ ഇടയ്ക്ക് ഒരു കുളിർമ കിട്ടിയ പോലെ നല്ല ഭംഗിയായിരുന്നു.
എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ടിൽ ദെൻ ബൈ.